ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഞണ്ട് കറിയാണ്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. നമ്മളിന്ന് ഞണ്ടാ കറി വെക്കാൻ പോകുന്നത്. അച്ഛനാ ഞണ്ട് പൊളിക്കുന്നത്. അമ്മയ്ക്ക് അറിയത്തില്ല പൊളിക്കാന്. ഇങ്ങനെ പൊളിച്ചിടുക. ഇനി നമുക്കെല്ലാം പൊളിച്ചിട്ടിട്ട് വരാം. തീ കത്തിക്കാൻ പോവാ ഞണ്ട് കറി വെക്കാന്. അടുപ്പിലോട്ട് വെച്ച് ചൂടാകട്ടെ, എന്നിട്ട് എണ്ണ ഒഴിക്കാം. ചൂടായി നമുക്കിനി എണ്ണ ഒഴിക്കാം. 2-3 സ്പൂൺ എണ്ണയ്ക്ക് ഒഴിച്ചു. ഞണ്ട് കറി വെക്കാനായിട്ട് 5-10 ചുവന്നുള്ളി, 1 സവാള, 2-3 പച്ചമുളക്, 1 കൊത്ത് ഇഞ്ചി ചതച്ചത്, 1 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 തക്കാളിക്ക, പിന്നെ ഞണ്ട് വേണ്ട കറി വെക്കാനുള്ള. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ട്, ഈ കൊച്ചുള്ളി ഇട്ട്, സവാള ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഉപ്പ് ഒഴിക്കാം. ഉപ്പും കൂടെ ഒഴിക്കും. ഇട്ടു നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. 1 സ്പൂണ് മുളക് പൊടി ഇടുന്നേ. ഒന്നര സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. നമുക്കിതൊന്ന് ഇളക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്കൊരു തക്കാളിക്ക അരിഞ്ഞു വെച്ചേക്കുന്നത് അതിടാം. നമുക്ക് ഞണ്ടിടാം. ഇത് കുറച്ച് ഞണ്ടേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് കിട്ടിയതായത് കുറവൊരു 3-4 ഞണ്ടേ ഉള്ളൂ. അന്നേരം ഞാൻ ഓർത്ത് ഇത് കറി വെച്ച് കാണിക്കാമെന്ന്. അങ്ങനെ നിങ്ങളെ കാണിക്കുക. അടച്ചു വെക്കാം, ഒന്ന് ആവിയിലിരിക്കട്ടെ. നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അന്നേരം ഇച്ചിരി കൂടെ പറ്റാനുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ചു. ഇനി നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. മസാല എല്ലാം കൂടെ പൊടിച്ചത് 1 സ്പൂണ്. നമുക്കിത് ഇളക്കി. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ ഞണ്ട് കിട്ടുമ്പം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.